എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ വരും. നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയൊരു സഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ആഞ്ചല. ആഞ്ചല പറയുന്നൊരു വാക്കുണ്ട്, കാര്യമുണ്ട്. എന്താ പറയുന്നത്? സാത്താൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. ആത്മാക്കളുടെ നാശത്തിനായി ആയിരക്കണക്കിന് മാർഗങ്ങളിലൂടെ അവൻ ശ്രമങ്ങൾ നടത്തുന്നു. കാരണം ഒരു മനുഷ്യാത്മാവ് അത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിശാചിനറിയാം. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ഡെലിവറൻസ് മിനിസ്ട്രികൾ നടക്കുമ്പോൾ പൈശാചിക അരൂപികൾ അത് ആവസിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ അരൂപികൾ പറയാറുണ്ട്, ഞങ്ങൾ ഈ ആത്മാവിനെ വേണം, ഞങ്ങൾക്ക് ഈ ആത്മാവിനെ വേണം, ഞങ്ങൾക്ക് ഇവന്റെ പണം വേണം, പ്രശസ്തി വേണം, പ്രൊഫഷൻ വേണം, സൗന്ദര്യം വേണം എന്നൊന്നുമല്ല പിശാച് പറയുന്നത്. എനിക്ക് ഇവളുടെ ആത്മാവിനെ വേണം, ഞാൻ വിട്ടുപോവുകയില്ല, എനിക്ക് ഈ ആത്മാവിനെ വേണം. എന്തുകൊണ്ട് സാത്താൻ അങ്ങനെ പറയുന്നത്? കാരണം ഒരു മനുഷ്യാത്മാവിന്റെ വില നല്ലതുപോലെ പിശാചിനറിയാം. അതുകൊണ്ട് വിശുദ്ധ പറയാ, സാത്താൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. ആത്മാക്കളെ നശിപ്പിക്കുവാൻ, ആത്മാക്കളെ നരകത്തിലെത്തിക്കുവാൻ അവൻ ഇന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്താ കർത്താവ് പറഞ്ഞത്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് തൻ്റെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്നു. ശ്രദ്ധിക്കണ വചനം. കർത്താവിനേക്കാൾ ഉപരിയായി, നിത്യജീവനേക്കാൾ ഉപരിയായി ഞാനും നിങ്ങളും നമ്മുടെ ഈ ശരീരത്തെ, ഈ ജീവിതത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്നെ പ്രതി നിങ്ങൾ ഈ നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ, എന്താണ് വചനം? ഒരിക്കൽ കൂടെ വായിച്ച വചനം എന്താ പറയുന്നത്? ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവുള്ളവരായിരുന്നു വിശുദ്ധാത്മാക്കള്. ഈ തിരിച്ചറിവുള്ളവരായിരുന്നു കർത്താവിന്റെ അപ്പോസ്തലന്മാര്, സഭാപിതാക്കന്മാര്, മരുഭൂമിയിലെ താപസന്മാര്. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ തിരിച്ചറിവുള്ള അനേകം ജീവിതങ്ങൾ ഇന്ന് സഭയിലുണ്ട്. ആത്മരക്ഷ ഉറപ്പ് വരുത്തി കർത്താവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധിയുള്ള അനേകം വൈദികർ സഭയിലുണ്ട്. ഞാൻ അവരെയോടുത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. സഭ മുഴുവൻ നശിച്ചു പോയിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈ ദർശനമുള്ള സമർപ്പിതർ സഭയിലുണ്ട്. എനിക്ക് പല യുവജനങ്ങളെ അറിയാം. നമ്മുടെ ഷെക്കേന ഈ മിനിസ്ട്രിയിൽ, ഞാനൊരു ബഹിവാക്ക് പറയല്ല, ഈ ദർശനമുള്ള ഇത്തരത്തിൽ തീയുള്ള പല ചെറുപ്പക്കാർ ഇതിനകത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകത്തിന് മുമ്പിൽ ഒരുപാട് ലാഭകരമായിരുന്ന അവരുടെ ജോലികളും ഡിഗ്രികളൊക്കെ അവർ നഷ്ടപ്പെടുത്തി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു വന്നിരിക്കുന്ന പല ചെറുപ്പക്കാരും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തുകയാണ്. എന്താ ഇതിന്റെ കാരണം? ആത്മാവിന്റെ വില അറിയുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, നിത്യജീവനു വേണ്ടി നമുക്ക് ലാഭകരമായ പലതും നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, പൗലോസ്ലീഹ ആരായിരുന്നു? ഒരു കോടീശ്വര പുത്രനായിരുന്നു. അർപ്പണവും അറിവും ഉള്ള വലിയ ഒരു പാണ്ഡിത്യമുള്ളവൻ, ഒരു പണ്ഡിതൻ, റോമൻ പൗരത്വമുള്ളവൻ. മാനുഷികമായി പറഞ്ഞാൽ അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. എന്നാൽ തൻ്റെ ആത്മാവിലേക്ക് ഈ വെളിച്ചം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞപ്പോൾ ആത്മരക്ഷയാണ് പ്രധാനപ്പെട്ടതെന്നുള്ള ബോധ്യം പൗലോസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയാ, ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 7-8 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വചനം വായിക്കാം. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി
നഷ്ടമായി ഞാൻ കണക്കാക്കി. എല്ലാവരും ഒരുമിച്ച വചനം വായിച്ച്, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. എനിക്ക് ലാഭകരമായിരുന്ന, എനിക്ക് ഗുണകരമായിരുന്ന എത്രയെത്ര കാര്യങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. മാത്രമല്ല, എൻ്റെ കർത്താവ് കൂടുതൽ വിലയുള്ളവനാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവരെല്ലാം നഷ്ടപ്പെടലുകൾ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ.